ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ സുഖമായി പോകുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ എടുത്തു തുടങ്ങി വരികയാണ്. അതായത് ലാസ്റ്റ് വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാലോ, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഗ്യാപ്പ് എടുത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഡെലിവറി കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഡെലിവറി ടൈം ആയ സമയത്താണ് പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തത്. പിന്നെ മാത്രമല്ല, ലാസ്റ്റത്തെ 8th മന്തിലൊക്കെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ 9th മന്തൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ഫിസിക്കലി തീരെ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതായത് എന്താ പറയുക, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ, ലാസ്റ്റ് മന്ത് ആകുമ്പോൾ നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസും വയറ് വലുതായതിൻ്റെയും പിന്നെ അതുപോലെ കാലുവേദനയും അങ്ങനെ കുറെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടി ചേർന്നപ്പോൾ വലുതായിരുന്നു മാത്രം. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണമാണ് ഞാൻ വീഡിയോസൊന്നും പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ എനിക്ക് ടൈമും ഹെൽത്തും ഉണ്ടായിരുന്നില്ല, ആരോഗ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ആരും നമ്മളെ കൂടെ ഇല്ല, എല്ലാത്തിനും ഞാൻ തന്നെ നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് പോയത്. ഓക്കെ. പിന്നെ ഡെലിവറി കഴിഞ്ഞു. മാർച്ച് 7th ഡെലിവറി. നമുക്ക് ആദ്യത്തെ ബേബി ബോയ് ആയിരുന്നു, യാസിലിനെ അല്ലെങ്കിൽ ആച്ചിലോ എന്ന് പറയുന്ന വീഡിയോസ് കണ്ടാൽ അറിയാലോ. രണ്ടാമത്തെ കുട്ടിയും ബേബി ബോയ് ആണ്. ഓക്കെ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5 മാസത്തോളമായി. ഇപ്പം ഞാൻ ഫിസിക്കലി ഞാനും ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് സി സെക്ഷൻ തന്നെയായിരുന്നു. ഫസ്റ്റത്തും സി സെക്ഷൻ ആയിരുന്നു, ഇതും അത് തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ഉണങ്ങാനും ഒക്കെ എല്ലാത്തിനും കുറച്ച് സമയം പിടിക്കുമല്ലോ. നമ്മൾ ഹെൽത്ത് കുറച്ച് എന്താ പറയുക വയ്യാണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഒന്ന് ലെവലായിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോസ് എടുത്ത് തുടങ്ങാം എന്നുള്ളത്. ഇത് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ എത്രത്തോളം മുന്നോട്ട് പോകും, മാക്സിമം ഞാനിത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്റ്റാൻഡ് കിടന്ന് ഇളകി കളിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോണ് ഷെയ്ക്കാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിളിൻ്റെ മുകളിലാണ് ഫോൺ വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണമാണത് ഇളകുന്നത്. ഒക്കെ ഞാൻ ഇല്ലാതിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പം അങ്ങനെ അപ്പം പ്രത്യേകിച്ച് എന്തൊക്കെ വീഡിയോസ് ചെയ്യണം, എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം ഒരു എന്താ പറയുക, തീരെ വികൃതിയില്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ മൂത്താൾ ആച്ചിലു. തീരെ എന്ന് വെച്ചാൽ തീരെ പഞ്ചാബാവ. അപ്പോൾ പിന്നെ അവനെ വെച്ചിട്ടും പിന്നെ ഈ ഒരു ന്യൂ ബോണിനെ വെച്ചിട്ടും എനിക്ക് ഏതൊക്കെ വീഡിയോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ട്രൈയും ശ്രമവും തന്നെയല്ലേ. ഓക്കെ. എന്തായാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നും ഇല്ലാതെയാണ്. കാരണം നമ്മളിങ്ങനെ ആലോചിച്ച് പ്രിപ്പയർ ചെയ്യാനിരുന്നുണ്ടെങ്കിൽ എവിടെയും എത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് തോന്നി ഈ വീഡിയോസ് എടുക്കാമെന്ന് തോന്നി, ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോനെ കാണിക്കുന്ന ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാം. കുട്ടി കരഞ്ഞു, ഓടിപ്പോട്ടെ. വീണ്ടും കുറച്ച് നേരത്തിന് ശേഷം വീഡിയോ എടുക്കണം. കാരണം മോനെ ഉറങ്ങണ സമയത്താണ്. ഇപ്പം ഞാൻ രണ്ടാളും ഉറങ്ങുകയാണ്. ഒരാൾ ഉറക്കി ഒരു ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്താള് ഞാൻ അടിച്ച് പിടിച്ച് ഉറക്കും. അതൊന്ന് ഉറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഏകദേശം ഉറക്കം പിടിച്ച് വരുമ്പോൾ രണ്ടാമത്തെ ആളുടെ രാവിലത്തെയും ഉച്ചത്തെയും ഗംഭീര ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഉഷാറാവണ സമയമാണ്. അതും കഴിഞ്ഞ് രണ്ടുപേരും വീണ്ടും കുറച്ച് നേരം അവൻ കളിച്ച് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉറങ്ങും. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈവനിങ് ആണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. രാവിലത്തെ എന്തൊക്കെ വിശേഷങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇപ്പം തന്നെ കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ. അതായത് യാസിലിനെ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംഭവമാണ്. ചില്ലറ മലക്കൊന്നല്ല അവനെ കൊണ്ട്. പിന്നെ 2.75-3 വയസ്സായ ഒരു കുട്ടിക്ക് എത്രമാത്രം കയ്യിലിരിപ്പ് വികൃതി ഉണ്ടാവും എന്നുള്ളത് അവരുടെ പാരൻസിനും ചുറ്റുപാടുള്ള ആൾക്കാർക്കും ഊഹിക്കാവുന്നതാണ് അല്ലേ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം അവനും പിന്നെ എൻ്റെ ചെറിയ ആളും രണ്ടാളെയും കൂടി മാനേജ് ചെയ്ത് പോകാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്.
അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വ്ളോഗും കൊണ്ടുപോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങുന്നത്. എന്നെക്കൊണ്ട് ഇതൊക്കെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. സാധിക്കട്ടെ. ആകെ കൂടി ഒന്നും തന്നെ ഞാനിങ്ങനെ എന്ത് പറയണം എന്നൊന്നും ഞാനിങ്ങനെ ആലോചിച്ചിട്ടില്ല. ക്യാമറ ഓണാക്കി വെച്ചു. അപ്പോൾ കിട്ടിയതൊക്കെ ഇങ്ങനെ പറയണമെന്ന് മാത്രം. അതിൻ്റേതായിട്ടുള്ളൊരു വള്ളിപ്പുള്ളി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ക്ഷമിച്ചോളായിട്ടാ. ഓക്കെ, അപ്പോൾ വീഡിയോസ് ആക്ച്വലി രാവിലെ തന്നെ പാട്ട് എന്ന് പറഞ്ഞിട്ടാണ് കരയണത്. പാട്ട് മീൻസ് അവനക്ക് ഫോൺ വേണമെന്ന്. അവന് ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ എന്താ പറയുക, എല്ലാ അമ്മമാരെയും പോലെ ഞാനും ഫോൺ കാണിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ അമ്മമാരെയും പോലെ നല്ല കേട്ടോ. പകുതി മുക്കാൽ ആൾക്കാർ ഇപ്പം അങ്ങനെയാണ്, കുട്ടികൾക്ക് ഫോൺ കാണിച്ചു കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കാറ്. ഞാനും അതിൽ പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അവൻ്റെ കണ്ണ് എന്താ പറയുക, ഒരു എപ്പോഴും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഫോണിപ്പോൾ കൊടുക്കാറില്ല. അപ്പോൾ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അവനക്ക് പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു രംഗമാണ്. ഇനി ചെറിയാളുടെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണ്. കൊടുത്ത് കേൾക്ക് നിറവാർന്നുള്ള കഥയും കേട്ട് രണ്ട് നയനം പൂട്ടി എൻ്റെ മകനുറങ്ങ്. നൈലിലൂടെ ഒഴുകി വന്ന പെട്ടി തുറന്ന നേരം ഉള്ളിൽ ഒരു ആൺകുട്ടി. നൈലിലൂടെ ഒഴുകി വന്ന പെട്ടി തുറന്ന നേരം ഉള്ളിൽ ഒരു ആൺകുട്ടി. ഞാൻ ഈ അന്തം വിട്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ മെയിനായിട്ട് ഇവിടെ ഇരുന്നത് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് ക്യാമറ ഓണാക്കി റെഡിയാക്കി ഇരുന്നപ്പോഴാണ് തൊട്ടടുത്ത് വേറൊരു സംഭവം അരങ്ങേറിയത്. എന്തുണ്ടായി? എന്താ ചെയ്ത്? അതെ, ഞാൻ അങ്ങനെ ചെയ്യോ? അവനൊപ്പിച്ച പണിയാണ് ഇത്. മടക്കണ്ണാണ് തകിട് പൊടി ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 സെക്കൻഡിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പോയതാണ് ഇപ്പം ഇങ്ങനെ. എന്താ പറയുക, എപ്പോഴും അവൻ്റെ കൂടെ ആളുണ്ടായിരിക്കണം. ഒന്നിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ ഒപ്പിക്കും. പിന്നെ ചീത്ത പറയുകയാണോ വേണ്ടത്, നല്ലപോലെ പറഞ്ഞു കൊടുക്കുകയാണോ വേണ്ടത് എനിക്കറിയില്ല. അത്രമാത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ രീതിക്കും. പിന്നെ എന്താ പറയുക, വലുതാവുമ്പോൾ മാറുന്നു വിചാരിച്ച് ആശ്വസിക്കാം. എന്താ മൂലയിൽ പോയിരിക്കുന്നത്? ആരാ കണ്ണട പൊട്ടിച്ച്? ആരാ കണ്ണട പൊട്ടിച്ച്? അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒന്നും ചെയ്യരുതെന്ന്, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുതെന്ന് അമ്മച്ചി പറഞ്ഞു തന്നിട്ടില്ലേ? എന്തിനാ അമ്മ കുട്ടി അങ്ങനെ ചെയ്ത്? നോക്കിയേ ഞിമ്മ എങ്ങനെ കണ്ണട വെക്കുക? അമ്മമാക്ക് ഇനി കണ്ണ് കാണൂല്ല. കണ്ണ് കാണാതായോ അമ്മേ? അങ്ങനെയോ നടക്കുക. കണ്ണ് കാണാണ്ട് നോക്കിയേ അമ്മമാക്ക് കണ്ണ് കാണാനില്ല. അയ്യോ, അച്ഛനെ കാണാനില്ല അത്ര. കണ്ണട വെക്കാണ്ട് കണ്ണ് കാണൂല്ല. എന്തിനപ്പ അങ്ങനെ ചെയ്ത്? കണ്ണട കയ്യിൽ കിട്ടി അമ്മമാക്ക് കൊടുക്കല്ലേ ചെയ്യാ. ഞാൻ അങ്ങനെ ചെയ്യരുത് ട്ടാ. ചെയ്യോ? അതെ, അത് നന്നായി. അയ്യോ അയ്യോ, എന്താ കണ്ണടിച്ചു പോയാ?
ഇനിയിപ്പോൾ ആ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുഖത്തൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരുന്നിരുന്ന നവ്യ നായരുടെ ഫേസ് പാക്കല്ലേ, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ഞാനൊരു ചെറിയ ബൗളെടുത്തിട്ട് അതിൽ കുറച്ച് കസ്തൂരി മഞ്ഞളാണ് ഇട്ടിട്ടുള്ളത്. ഇത് ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ പൊടി. കസ്തൂരി മഞ്ഞളുടെ പൊടി ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല, കുറേശ്ശെ ഇടുക. പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. ഈ ബ്രൂ കോഫി പൗഡറൊക്കെ ഇടാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, മറ്റേതില്ല. പിന്നെ മറ്റേത് കൊണ്ടുവരുന്നത് വരെ, നോർമലായിട്ടുള്ള കോഫി പൗഡർ കൊണ്ടുവരുന്നവരെ ഇരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അത് കാരണം ഞാൻ ഇതെടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടലമാവാണ്. അതും ഞാനങ്ങനെ സ്പൂണിൽ അളന്നിട്ടൊന്നല്ല, കുറച്ചങ്ങ് ഇടുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് തേനും ഒഴിച്ചിട്ടുണ്ട്. തേനൊക്കെ എന്തായാലും മറ്റേ കളറൊക്കെ പോകാൻ, മുഖത്തെ പാടുകളൊക്കെ പോകാൻ ബെസ്റ്റാണെന്നല്ലേ പറയുക. അതും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരുമാണ് ഒഴിച്ചിട്ടുള്ളത്. തൈര് ഒരു ഇത്തിരി ഒഴിച്ചോ, കാരണം കടലമാവൊക്കെ ഇട്ട കാരണം നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണ്ടേ. പിന്നെ നല്ല ലൂസിലാവണ്ട, മുഖത്തൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിൽ കുറച്ച് കട്ടിക്കന് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി അഥവേ വെള്ളം കൂടിയെന്നെങ്ങാനും തോന്നുകയാണെങ്കിൽ കുറച്ച് എന്താ പറയുക, കടലമാവ് ഇട്ടാലും മതി. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഞാൻ അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഇങ്ങനെ മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ അത് കഴുത്തിലും കൂടി, എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും, മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി ചെയ്യണം എന്നല്ലേ പറയാം. പക്ഷേ ഞാൻ കുറച്ച് വൃത്തിക്കും മെനക്കും വീഡിയോ എടുക്കണമെന്ന കാരണം ഞാൻ കഴുത്തിലൊന്നും ചെയ്തിട്ടില്ല, ഷാൾ ഇട്ട കാരണം. മുഖത്ത് മാത്രം നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ കഴുത്തിലും കൂടി ഇടുക കേട്ടോ. അല്ലാത്ത സമയത്ത് നമുക്ക് കഴുത്തിലിടാമല്ലോ. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കുറച്ചൊന്ന് മെനക്കിരുന്നതാണ്. പിന്നെ ഓരോ വീഡിയോസും ഞാനിങ്ങനെ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടു. നവ്യ നായരുടെ ഫേസ് പാക്ക്, വൈറലായിട്ടുള്ള ഫേസ് പാക്ക് ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പോൾ അതിലൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കാണുന്നുണ്ട്. അവർ പറയുന്നത് ഭയങ്കര റിസൾട്ടാണ്, ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഞെട്ടിയ രീതിയിലൊക്കെയാണ് റിയാക്ഷൻ തന്നിട്ടുള്ളത്. അത്രമാത്രമൊക്കെ ഒരു റിസൾട്ട് വൺ ടൈം യൂസിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഇതിങ്ങനെ കെമിക്കൽ ഐറ്റംസ് ഒന്നുമല്ലല്ലോ, നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാനും എന്താവും റിസൾട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇത് തേക്കൽ കഴിഞ്ഞാൽ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കുറച്ച് പണികളൊക്കെ ചെയ്ത് കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേനും ഇത് മുഖത്തൊക്കെ ഒന്ന് ഉണങ്ങി വരും. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണ നമ്മൾ വെള്ളം കൊണ്ട് കഴുകി കളയാണ് വേണ്ടത്. ആച്ചിലുവിൻ്റെ വികൃതികൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. പിന്നെ ഇപ്പോഴത്തെ പരിപാടി, ഉമ്മ അടിക്കാൻ വേണ്ടിയിട്ട് തയ്യൽ മെഷീൻ കൊടുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ പരിപാടികളാണ് മൂപ്പർക്ക്. ഇപ്പോൾ നൂല് കൂടും കൂടെ നാശാവൂടാ, ഒതുങ്ങിയിരിക്കടാ. അത് മുഴുവനാക്കിയിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കാം. അവിടെ ഇരുന്നോട്ടെ കേട്ടാ. എവിടെ എൻ്റെ ഉമ്മ? ഒതുങ്ങിയിട്ട് പിന്നെ ഉമ്മ ഈ ആദ്യം ഒതുങ്ങിയിരിക്കുക, ആദ്യം അനക്കാവും കിട്ടുക. കയ്യ് അതാ വീഴാൻ പോണ്, ഓടി വരികേ. അപ്പൊ ഇറങ്ങ അവിടുന്ന്, അഭിനയിക്കാതെ ഇറങ്ങട അവിടുന്ന്. അപ്പൊ അവിടെ അള്ളി പിടിച്ചിരിക്കാതെ ഇറങ്ങ്. മൂടും പൊക്കിട്ട് അവിടെ തന്നെ നിക്ക കുട്ടി, ഇറങ്ങടോ. അന്ന് അവിടെ തൂങ്ങി പിടിച്ചിരുന്നോട്ടെ. ഈ പിടിച്ചാപ്പ അവിടെ ഇരുന്നൂടപ്പാ. അവിടുന്ന് ഇറങ്ങ്, കസാരന്ന് താഴത്തേക്ക് ഇറങ്ങ. അന്ന് അവിടെ നിക്കട്ടാ, ഈ അവിടെ നിക്ക്. എന്റെ സ്റ്റൂളിന്റെ മോളിൽ താഴത്തേക്ക് ഇറങ്ങ്. എടാ സ്റ്റൂളിന്റെ മോളിൽ താഴത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാട്, അപ്പൊ ശരിയാവും. കഥകളി കളിച്ചാലും ഇറങ്ങൂല തന്നെ അല്ലേ. സമയത്ത് പിന്നെ കാലിയേറ്റ് എന്നാ വായമ്മ പിടിക്ക.
അയ്യോ എൻ്റെ കുട്ടി ഇപ്പം തന്നെ വീണേരുന്നു. അല്ലോ ഇനി എന്താ? അങ്ങനെ ഫേസ് പാക്കൊക്കെ മുഖത്തിട്ട് യാസലിൻ്റെ അൽക്കുലത്ത് പരിപാടികളൊക്കെ കാണൽ കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി കളയട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം ഞാൻ പൈപ്പിൻ്റെ അവിടെ പോയിട്ട് കഷ്ടപ്പെടാൻ നിന്നില്ല. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം പിന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അങ്ങനെ നനച്ചിട്ട് ഞാനങ്ങനെ ഒപ്പി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് സുഖമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഫോൺ വെച്ച് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ട് വിലയിരുത്തിക്കോളൂ കേട്ടോ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എനിക്ക് തോന്നിയത് ചെറിയൊരു വ്യത്യാസം ഇല്ലാതില്ല. അതായത് മുമ്പത്തേനേക്കാളും എന്തൊക്കെയോ ഒരു ഡേർട്ടിനെസ് എന്തൊക്കെയോ മാറി തോന്നുന്നു. ചെറിയൊരു ക്ലിയർ ആയിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ എന്താ പറയുക മറ്റേ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ ഓ മൈ ഗോഡ് വാട്ട് എ ചേഞ്ച് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ നവ്യ നായരുടെ പാക്കിനെ കുറ്റം പറയല്ല കേട്ടോ. എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറയണമെന്ന് മാത്രം. വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് തോന്നാറില്ല, ഓ ഇതൊന്ന് ട്രൈ ചെയ്യണം അതൊന്ന് ട്രൈ ചെയ്യണം കാരണം നല്ല മാറ്റമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ എനിക്കും തോന്നിയിട്ട് ഓരോ ഷോർട്സ് വീഡിയോ കുറേ കണ്ടപ്പോഴാണ് എനിക്കും തോന്നി ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു റിസൾട്ട് എന്താവും എന്നുള്ളൊരു ഇതിലാണ് ഞാനും ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്കത്ര വലിയ ചേഞ്ചൊന്നും തോന്നിയില്ല, പക്ഷേ മാറ്റമുണ്ട് കേട്ടോ. ചിലപ്പോൾ കുറേ ദിവസം നമ്മളിത് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ മാറ്റം വരും, എന്തായാലും മാറ്റം വരും. കാരണം ഹണിയും പിന്നെ അതുപോലെ ടർമറിക് പൗഡറും നമ്മുടെ എന്താ പറയുക കസ്തൂരി മഞ്ഞളുടെ പൗഡറൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് മാറ്റം എന്തായാലും ഷുവറാണ്. ഇൻസ്റ്റൻ്റായിട്ട് എനിക്ക് അത്ര വലിയ ചേഞ്ച് തോന്നിയില്ല എന്ന് മാത്രം. ഇനി നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് എന്താണെന്നൊക്കെ ഉള്ളത് അഭിപ്രായം അറിയിക്കൂ കേട്ടോ.